ഒരു നിമിഷം മനമുയർത്താം, അൾത്താരവേദിയിലണയാം. ഹൃദയങ്ങൾ പാവനമാക്കാം, സ്നേഹപൂജ തുടങ്ങാം. ഒരു നിമിഷം മനമുയർത്താം, അൾത്താരവേദിയിലണയാം. ഹൃദയങ്ങൾ പാവനമാക്കാം, സ്നേഹപൂജ തുടങ്ങാം. തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി, കാൽവരിയാഗത്തിൻ വിരി തുറന്നു, സ്വർഗീയ വൃന്ദം നിരന്നു. തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി, കാൽവരിയാഗത്തിൻ വിരി തുറന്നു, സ്വർഗീയ വൃന്ദം നിരന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. പ്രിയമുള്ളവരെ, ഇന്ന് നവംബർ മാസം 9-ാം തീയതി സഭയിൽ അമ്മ ദേവാലയം എന്നറിയപ്പെടുന്ന റോമിലെ ലാറ്റൻ ബസിലിക്കയുടെ പ്രതിഷ്ഠാ ദിനമാണ്, തിരുനാളാണ്. പാപ്പായുടെ കത്തീഡ്രൽ ദേവാലയമെന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഈ തിരുനാൾ ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ ശരീരമാണ് ദൈവത്തിൻ്റെ ആലയമെന്ന് വിശുദ്ധ പൗലോസ് ലീഗ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. കല്ലും മണ്ണും കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന ഈ ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ കരവേലയായ നമ്മളാകുന്ന മനുഷ്യർ. നമ്മെ ദൈവത്തിന് പരിശുദ്ധമായി പ്രതിഷ്ഠിക്കുമ്പോഴാണ് ദൈവം സംപ്രീതനാകുന്നത്. ഈ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് നമ്മെ തന്നെ വിശദീകരിക്കുവാനായി നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. ഒപ്പം ഈ ബലിയിൽ ബെന്നി, ഡയാന എന്നീ ദമ്പതിമാരെയും ഒത്തിരിയേറെ അസ്വസ്ഥതകളിലൂടെയും തടസ്സങ്ങളിലൂടെയും രോഗ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബത്തെയും സമർപ്പിക്കുന്നു. അവിടെ എല്ലാവരുടെ നിയമങ്ങളെ സമർപ്പിക്കുമ്പോൾ ഈ ബലി ദൈവത്തിന് സംപ്രീതനായി നാം പ്രാർത്ഥിക്കുന്ന ഈ യാചനകൾ കാരുണ്യവാനായ ദൈവം ഈ ബലിയിലൂടെ നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ബലിക്കായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. ക്രിസ്തുവേ, ഞങ്ങളിൽ കനിയണമേ. ക്രിസ്തുവേ, ഞങ്ങളിൽ കനിയണമേ. കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. കനിയണമേ.
കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങൾ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ജീവസുറ്റതും തിരഞ്ഞെടുക്കപ്പെട്ടതുമായ ശിലകളാൽ അങ്ങേ മഹിമയ്ക്കായി നിത്യമായ ഭവനം അങ്ങ് ഒരുക്കുന്നുവല്ലോ. അങ്ങേ സഭയിൽ അങ്ങ് നൽകിയ കൃപയുടെ ചൈതന്യം വർദ്ധിപ്പിക്കണമേ. അങ്ങനെ അങ്ങയോട് വിശ്വസ്തരായ ജനം സ്വർഗീയ ജെറൂസലേമിൻ്റെ നിർമ്മിതിയിൽ നിരന്തരം വളരുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവവുമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ദൈവദൂതൻ എന്നെ ദേവാലയ വാതിൽക്കലേക്ക് തിരികെ കൊണ്ടുവന്നു. അതാ, ദേവാലയ പൂമുഖത്തിൻ്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളമൊഴുകുന്നു. ദേവാലയത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. ദേവാലയ പൂമുഖത്തിൻ്റെ വലതുഭാഗത്ത് ബലിപീഠത്തിൻ്റെ തെക്ക് വശത്ത് അടിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവൻ എന്നെ വടക്കേ പടിപ്പുരയിലൂടെ പുറത്തു കൊണ്ടുവരികയും കിഴക്കേ പടിപ്പുരയിലേക്ക് പുറത്തുകൂടെ നയിക്കുകയും ചെയ്തു. വെള്ളം തെക്ക് വശത്തുകൂടെ ഒഴുകിയിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ഈ വെള്ളം കിഴക്കൻ പ്രദേശങ്ങളിലേക്കൊഴുകി അരബായിൽ ചേരുമ്പോൾ കെട്ടിക്കിടക്കുന്ന കടലിൽ ചെന്ന് അതിനെ ശുദ്ധജലമാക്കുന്നു. നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ പറ്റം ചേർന്ന് ജീവിക്കും. അവിടെ ധാരാളം മത്സ്യങ്ങളും ഉണ്ടായിരിക്കും. കാരണം കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ് നദി അങ്ങോട്ടൊഴുകുന്നത്. അങ്ങനെ നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും. നദിയുടെ ഇരുകരകളിലും എല്ലാത്തരം ഫലവൃക്ഷങ്ങളും വളരും. അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവ ഫലം നൽകാതിരിക്കുകയോ ഇല്ല. അവയ്ക്ക് വേണ്ട ജലം വിശുദ്ധ സ്ഥലത്ത് നിന്നൊഴുകുന്നത് കൊണ്ട് മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കും. അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശമനത്തിനും ഉപകരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. ദൈവത്തിന്റെ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. ജലം ഇരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല. ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ടൊഴുകുന്ന ഒരു നദിയുണ്ട്. ദൈവത്തിന്റെ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു, അതിനിളക്കം തട്ടുകയില്ല. അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും. ജനതകൾ ക്രോധാവിഷ്ടരാകുന്നു, രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു. അവിടുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഭൂമി ഉരുകിപ്പോകുന്നു. ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ടൊഴുകുന്ന ഒരു നദിയുണ്ട്. ദൈവത്തിന്റെ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോടുകൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം. വരുവിൻ, കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവിൻ. അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ. ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. ദൈവത്തിന്റെ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നിങ്ങൾ ദൈവത്തിൻ്റെ വയലും വീടുമാണ്. എനിക്ക് നൽകപ്പെട്ട ദൈവകൃപയനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെപ്പോലെ ഞാൻ അടിസ്ഥാനമിട്ടു, മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്തു. എപ്രകാരമാണ് താൻ പണിയതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ. യേശുക്രിസ്തുവെന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനു പുറമെ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ നാമം ഇവിടെ എന്നേക്കും നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയം തിരഞ്ഞെടുത്ത് വിശദീകരിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാ ഇതിന്മേൽ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റുകാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരം എടുത്തു. വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചതിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയമുള്ളവരെ, റോമിൽ 4 പ്രധാനപ്പെട്ട ബസിലിക്കകളുണ്ട്. അതിൽ ആദ്യത്തേതാണ് നാം തിരുനാൾ ആഘോഷിക്കുന്ന ലാറ്ററൻ ബസിലിക്ക. രണ്ടാമതായി മേരി മേജർ, മറിയത്തിൻ്റെ നാമത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ബസിലിക്കയാണ്. 3 വിശുദ്ധ പൗലോസിൻ്റെ നാമധേയത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബസിലിക്കയാണ്. 4 വത്തിക്കാൻ കുന്നിൽ സ്ഥാപിതമായിരിക്കുന്ന ഇന്ന് പാപ്പ താമസിക്കുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയാണ്. ഒരു മെത്രാൻ 5 വർഷത്തിലൊരിക്കൽ പാപ്പയെ സന്ദർശിക്കുവാൻ റോമിലേക്ക് പോകുമ്പോൾ ഈ 4 ബസിലിക്കകളും അവർ സന്ദർശിക്കുകയും
അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ഇവരുടെ സന്ദർശനത്തിൻ്റെ ഒരു ഭാഗവും കൂടിയാണ്. ലാറ്റൻ ബസിലിക്ക എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിലെ പ്രഥമ ദേവാലയമാണ്. ഇത് ക്രൈസ്തവ സമൂഹത്തിലെ ആദ്യത്തെ ചക്രവർത്തിയായ കോൺസ്റ്റൈൻ അദ്ദേഹമാണ് നിർമ്മിച്ചത്. ഇത് ലാത്രാനി കുടുംബത്തിൻ്റെ വകയായ നിലത്തിലാണ് ഈ ബസിലിക്ക നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ലാറ്റൻ ബസിലിക്ക എന്ന് പറയുന്നത്. ഈ ബസിലിക്ക യോഹന്നാന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദേവാലയമാണ്, ബസിലിക്കയാണ്. ഈ ദേവാലയം എല്ലാം തന്നെയും ദൈവത്തിൻ്റെ നാമം വിളിച്ചോതുന്നതാണ്. ഒരു ദേവാലയം നിർമ്മിക്കപ്പെടുന്നത് അതിൻ്റെ ചുറ്റുപാടും താമസിക്കുന്ന വിശ്വാസികൾ അതിനകത്ത് വന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും വേദനകളും സ്തുതിപ്പുകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും അവിടെ പാപങ്ങൾ ഓർത്ത് പശ്ചാത്തപിക്കുകയും ചെയ്യുമ്പോൾ അതിനെല്ലാം പാപത്തിന് പരിഹാരവും അവരുടെ സ്തുതിപ്പുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉയരുകയും അവരുടെ യാചനകൾ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നതായി നാം വിശ്വസിക്കുകയും സഭയുടെ പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, ദേവാലയം ഒരു സമൂഹത്തിൻ്റെ, ക്രൈസ്തവ സമൂഹത്തിൻ്റെ മാത്രമല്ല ഏത് വിശ്വാസ സമൂഹത്തിൻ്റെയും കൂടിവരവിൻ്റെ ഒരു ഭാഗമാണ്. കാരണം അമ്പലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പല ഗ്രാമങ്ങളും ഉണ്ടായത്. നമ്മുടെ ഇടവക ദേവാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പല ഇടവക സമൂഹങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സമൂഹത്തെ കൂട്ടിയിണക്കുന്ന ഒരു വലിയ ഒന്നാണ് ദേവാലയം. എന്നാൽ ഈ ദേവാലയം എപ്പോഴും പ്രാർത്ഥനയുടെ അടയാളങ്ങളായി മാറണം. ഇവിടെ പ്രാർത്ഥന മാത്രമേ നടക്കാവൂ, ഇവിടെ ദൈവസ്തുതിപ്പുകൾ മാത്രമേ ഉയരാവൂ, മറ്റൊന്നും ഉയരാൻ പാടില്ല, മറ്റൊന്നിനും ഇവിടെ സ്ഥലവുമില്ല. എന്നാൽ ജെറൂസലേം ദേവാലയം മുതൽ ഇന്ന് കാണുന്ന അനേകം തീർത്ഥാടന കേന്ദ്രങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെ പലപ്പോഴും ആ ദേവാലയങ്ങൾ ഒരുതരം കച്ചവട സ്ഥലമായി മാറി. ഇന്നത്തെ സുവിശേഷ ഭാഗത്തോട് കടന്നു പോകുമ്പോഴും ജെറൂസലേം ദേവാലയത്തിലെ നല്ലൊരു ഭാഗം സ്ഥലവും അവിടെ ബിസിനസ്സാണ്. നമ്മൾ ഈ മധുരയിൽ മീനാക്ഷി ടെമ്പിളിൽ പോകുമ്പോഴും ഇതുപോലെ ബിസിനസ്സുകൾ നടക്കാറുണ്ട്. അപ്പോൾ ഈ അമ്പലങ്ങളും ദേവാലയങ്ങളും ദൈവാരാധനയായി മാറേണ്ട സ്ഥലമാണ്. എന്നാൽ അതിന് തികച്ചും വ്യത്യസ്തമായി കച്ചവടമായി മാറുമ്പോൾ ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ പല തീർത്ഥാടനങ്ങൾ, നമ്മുടെ കേരളത്തിൽ അനേകം തീർത്ഥാടനങ്ങളുണ്ട്. ആ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ നമുക്ക് പോകുമ്പോൾ വാസ്തവത്തിൽ കച്ചവടമല്ലാതെ വേറെ ഒന്നുമില്ല. അവിടെ ദേവാലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെക്കാൾ അധികവും ഈ ചന്തസ്ഥലത്ത് നിന്ന് ഈ സാധനം വാങ്ങുന്ന ആളുകളുടെ എണ്ണമാണ് ഏറ്റവും അധികം. അത് ദൈവത്തിന് സ്വീകാര്യമല്ല, ദൈവം അത് ആഗ്രഹിക്കുന്നുമല്ല. ദൈവാലയത്തിൻ്റെ ലക്ഷ്യം ദൈവസ്തുതിപ്പ് മാത്രമാണ്, ദൈവ ആരാധനയാണ്, മനുഷ്യൻ്റെ പാപമോചനമാണ്, അവൻ്റെ സങ്കടങ്ങൾ ഏറ്റുപറയുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് ആ ദേവാലയം ഇങ്ങനെയുള്ള രീതിയിൽ മാറിയത് കൊണ്ടാണ് അന്ന് തന്നെ ദൈവം ചാട്ടവാറെടുത്തു. ഇന്നും ദൈവം പലപ്പോഴും ചാട്ടവാറെടുക്കുന്നുണ്ട്. അത് പല രീതിയിലാണ്. നമുക്ക് ഈ ബലി അർപ്പിച്ചുകൊണ്ട്, ദൈവമേ, നിനക്ക് പ്രിയപ്പെട്ട ദേവാലയം എന്ന് പറയുന്നത് എൻ്റെ ശരീരവും എൻ്റെ ഹൃദയവും ഞാനുമെന്നാണ് തിരിച്ചറിയുന്നത്. എൻ്റെ ഹൃദയത്തെ, എൻ്റെ ശരീരത്തെ, നിൻ്റെ ആത്മാവ് വസിക്കുന്ന എൻ്റെ ദേവാലയത്തെ കളങ്കപ്പെടുത്താതെ, കച്ചവട സ്ഥലമാക്കാതെ, നിനക്ക് വേണ്ടി മാത്രം പ്രതിഷ്ഠിക്കുവാനായി എന്നെ യോഗ്യനാക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ബലി തുടർന്നർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇസ്രായേലിൻ നായക, എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവ്വവും നിന്റെ മുന്നിൽ
സ്വീകരിക്കണമേ പ്രഭോ. ഇസ്രായേലിൻ നായക, എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭോ. കാറ്റിലുലയും തോണി പോലെ ജീവിതം വലയും വേളയിൽ നീ സാന്ത്വനം നൽകാൻ വരേണമേ. കാറ്റിലുലയും തോണി പോലെ ജീവിതം വലയും വേളയിൽ നീ സാന്ത്വനം നൽകാൻ വരേണമേ. പ്രിയ സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങൾ സമർപ്പിച്ച കാണിക്കകൾ സ്വീകരിക്കുകയും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഇവിടെ കൂദാശകളുടെ ശക്തിയും പ്രാർത്ഥനകളുടെ ഫലവും ലഭിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ കൃപയുടെ നിരന്തര സഹായത്താൽ പരിപോഷിതരാകുന്ന ഞങ്ങൾ അങ്ങേക്ക് സ്വീകാര്യമായ ജീവിതത്തിൻ്റെ പ്രഭയാൽ പ്രശോഭിതരായി അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി തീരുന്നതിനും പ്രാർത്ഥനയുടെ ഭവനത്തിൽ ഔദാര്യത്തോടെ വസിക്കുന്നതിനും അങ്ങ് തിരുവുള്ളമായല്ലോ. മാത്രമല്ല, ദൃശ്യമായ ആലയങ്ങളിൽ പ്രതിബിംബിക്കുന്ന ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയെ നിരന്തര പ്രവർത്തനത്താൽ അങ്ങ് വിശുദ്ധീകരിക്കുന്നു. അങ്ങനെ നിരവധി സന്താനങ്ങളാൽ ആഹ്ലാദിക്കുന്ന സഭാമാതാവിന് സ്വർഗത്തിലെ അങ്ങേ മഹത്വത്തിൽ ഇടം ലഭിക്കുന്നുവല്ലോ. ആകയാൽ സമസ്ത വിശുദ്ധരോടും മാലാഖമാരോടും ഒത്ത് സഭയെ അങ്ങേ ഞങ്ങൾ സ്തുതിച്ചുകൊണ്ട് അനവരതം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാല പീഡകൾ സഹിച്ചപ്പോൾ
അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപ് നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷന്മാരായ സുസൈപ്പാക്കി മെത്രാപ്പൊലീത്തയോടും ക്രിസ്തുദാസ് സഹായ മെത്രാനോടും വൈദിക ഗണത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുകളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും
എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാർ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവാൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടും, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിക്കടുത്ത് ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യ കൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയുടെ പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. തൂവെള്ളോസ്തിയിൽ വാഴുമെന്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തൂവെള്ളോസ്തിയിൽ വാഴുമെന്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തുഷാരബിന്ദു പോലെ അനഘമാക്കണേ, തുഷാരബിന്ദു പോലെ അനഘമാക്കണേ. തിന്മയാൽ മൂടുമെൻ്റെ മാനസം, നാഥാരാധന നാഥാരാധന, പാടാമാരാധന, നിത്യം ആരാധന. നാഥാരാധന നാഥാരാധന, പാടാമാരാധന.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ സഭയുടെ യുഗത്തിലെ അടയാളത്തിലൂടെ അനശ്വരമായ ജെറൂസലേമിനെ ഞങ്ങൾക്കായി പ്രതിമിപ്പിക്കുവാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. ഈ കൂദാശയുടെ പങ്കാളിത്തത്താൽ ഞങ്ങളെ അങ്ങേ കൃപയുടെ ആലയമാക്കി തീർക്കുകയും അങ്ങേ മഹത്വത്തിൻ്റെ വസതിയിൽ പ്രവേശിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവാൻ ഈ ലാറ്റിൻ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ ആഘോഷിക്കുന്ന നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ ദൈവം സ്വർഗീയ ആശീർവാദത്താൽ സമ്പന്നരാക്കുമാറാകട്ടെ. ആമേൻ. ചിതറിപ്പോയ എല്ലാ മക്കളെയും തൻ്റെ പുത്രനിൽ ഒരുമിപ്പിക്കുവാൻ തിരുമനസ്സായി അവിടുന്ന് തൻ്റെ ആലയവും പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലവുമായി തീരാൻ നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സന്തോഷപൂർവ്വം വിശദീകരിക്കപ്പെട്ട നിങ്ങളിൽ ദൈവത്തിൻ്റെ വാസം കർത്താവായ ക്രിസ്തു വഴി ഉണ്ടായിരിക്കാനും സകല വിശുദ്ധരോടുമൊത്ത് നിത്യസൗഭാഗ്യം സ്വയത്തമാക്കാനും അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം.